ഹായ്, CBSE 10ാം ക്ലാസ് ജോഗ്രഫി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ്. ഇതിൽ ഇന്ത്യയിലെ ചില കടുവാ സങ്കേതങ്ങൾ അഥവാ ടൈഗർ റിസർവ്സിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ ടൈഗർ റിസർവ്സ് ഓർത്തിരിക്കുവാനുള്ള ഒരു കോഡുമായാണ് ഇന്ന് സോഷ്യൽ സയൻസ് പാഠശാല നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലെ ബാന്ധവ്ഗഡ് നാഷണൽ പാർക്ക്, രാജസ്ഥാനിലെ സരിസ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആസാമിലെ മാനസ് ടൈഗർ റിസർവ്, കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവ് എന്നിവയാണ് നമുക്ക് പഠിക്കേണ്ട ടൈഗർ റിസർവുകൾ. ഇവയെ ഓരോന്നും മനസ്സിലിരുത്താൻ ഒരു ടെക്നിക്കുണ്ട്. ഉദാഹരണത്തിന് ആദ്യത്തെ ടൈഗർ റിസർവ് എടുക്കാം, ജിം കോർബറ്റ്. ജിം കോർബറ്റിൽ ഒരു ബെറ്റുണ്ട്. നമ്മൾ എന്തിനാണ് ബെറ്റ് വയ്ക്കുന്നത്? ഏതോ ഒരു ഉത്തരം കണ്ടെത്താനല്ലേ. അപ്പോൾ ജിം കോർബറ്റ് ഉത്തരാഖണ്ഡ്, ജിം കോർബറ്റ് ഉത്തരാഖണ്ഡ്, അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും. സുന്ദർബൻ നാഷണൽ പാർക്ക്, അത് എളുപ്പമാണ്. ഈ ബൻ എന്നൊക്കെ സാധാരണ പ്രൊനൗൺസ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളുകാരാണ്. അവിടെ രവീന്ദ്രൻ എന്നല്ല പറയുക, രബീന്ദ്രൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വാക്ക് പകരം ബാ ഉപയോഗിക്കുന്നത് വെസ്റ്റ് ബംഗാളുകാരാണെന്ന് ഓർത്താൽ സുന്ദർബൻ എവിടെയാണെന്ന് കിട്ടും? വെസ്റ്റ് ബംഗാളിലാണെന്ന് നമുക്ക് കിട്ടും. ബാന്ധവ്ഗഡ് അത് മധ്യപ്രദേശിലാണ്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഈ പുസ്തകത്തിൻ്റെ 2 പേജുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് മധ്യഭാഗത്തല്ലേ? അപ്പോൾ മധ്യഭാഗത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നു ബാന്ധവ്ഗഡ്, മധ്യപ്രദേശ്. ഇനിയുള്ളത് സരിസ്കയാണ്. അതിലൊരു ആർ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമേ ആർ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഏതാണത്? രാജസ്ഥാൻ. അപ്പോൾ സരിസ്ക എവിടെയാണ്? രാജസ്ഥാനിലാണ്. മാനസ് ടൈഗർ റിസർവ് ആസാമിലാണ്. ആസാമിന് പകരം ആശാൻ എന്ന് ഓർക്കുക. ആശാന്റെ മനസ്സ് നല്ലതാണ്, ആശാന്റെ മാനസം നല്ലതാണ് എന്ന് ഓർത്താൽ മതി. പെരിയാർ ടൈഗർ റിസർവ് യാതൊരു സംശയവും വേണ്ട, അത് കേരളത്തിലാണ്, അതിന് കോഡും വേണ്ട.